നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഓർക്കുന്നുണ്ടോ നിങ്ങൾ, കഴിഞ്ഞ നവംബർ മാസം കഴിയുമ്പോൾ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞത് വളരെ വല്ലാത്തൊരു മാസമാണ്, ബുദ്ധിമുട്ടിച്ച മാസമാണ് കടന്നു പോകുന്നത്. ഡിസംബറിലും അത്ര മികവിലല്ലായിരുന്നു ബാഴ്സ. പക്ഷേ ജനുവരി മുതൽ കാര്യങ്ങളാകെ മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സൂപ്പർ കപ്പിൽ മുത്തമിട്ടു, ഒറ്റ കളിയും തോൽക്കാതെ 2025 അവർ കുതിക്കുകയാണ്. കോപ്പ ഡെൽ റേയുടെ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇതാ ഏതാണ്ട് സെമി ഫൈനൽ ഉറപ്പിച്ച മട്ടാണ്. അതുപോലെ തന്നെ ലാ ലീഗയിൽ 1-ാം സ്ഥാനത്തുമാണ്. നോക്കുക അവരുടെ പ്രകടനത്തിന്റെ കണക്കുകൾ. 2025 23 മത്സരങ്ങൾ കളിച്ചു, 19 വിജയങ്ങളും 4 സമനിലകളും 0 തോൽവികളാണ്. 88.4% സക്സസ് റേറ്റ്, 73 ഗോളുകൾ അവർ അടിച്ചു എന്ന് പറഞ്ഞാൽ പെർ ഗെയിം 3.2 ഗോളുകൾ അടിക്കുന്നുണ്ട്. 21 ഗോളുകളെ തിരികെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. 101 ബിഗ് ചാൻസുകൾ അവർ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ മികച്ച പ്രകടനം അവർ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഈ ഒരു മാറ്റം? അതായത് കഴിഞ്ഞ ഡിസംബർ വരെയൊക്കെ ബുദ്ധിമുട്ടിയ ബാഴ്സ അതിനുശേഷം കുതിച്ചു പായുന്നു. എന്താണ് ഇതിന് പുറകിൽ? ഹാൻസി ഫ്ലിക്ക് ഇന്നലെ വിശദമായിട്ട് പറഞ്ഞു. ഞങ്ങളുടെ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള ഡിസംബറിലെ തോൽവിയുണ്ടല്ലോ, അതിനുശേഷം ഞങ്ങൾ ആകെ മാറി. അതായിരുന്നു ഞങ്ങളുടെ ടേണിംഗ് പോയിന്റ്. ആ മത്സരത്തിൽ ഞങ്ങൾ ഗുഡ് പെർഫോമൻസ് ആണ് നടത്തിയത്, പക്ഷെ തോറ്റുപോയി. അവിടെ മുതൽ ഞങ്ങൾ കാര്യങ്ങൾ മാറ്റിമറിച്ചു. ദാറ്റ് വാസ് അവർ ടേണിംഗ് പോയിന്റ്. അതിനുശേഷം ഈ സീസണിന്റെ തുടക്കം മുതൽ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു, കിരീടത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ റിസൾട്ട് കളിക്കളത്തിൽ കാണണം. മികച്ച പ്രകടനം നടത്തി തോൽക്കുന്നതിൽ അർത്ഥമില്ല, അത് റിസൾട്ടാക്കി മാറ്റുക, അതാണ് വേണ്ടത്. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ഡിസംബറിൽ അത്ലറ്റിക്കോക്കെതിരെയുള്ള കളിക്ക് ശേഷം പിന്നെ കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നാണ് ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞത്. എന്തായാലും ഇത്തവണ ബാഴ്സ ആരാധകർ വലിയ സ്വപ്നമാണ് കാണുന്നത്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.